ഹലോ വീണാസ്വലിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്ന വിശ്വാസത്തോടെ പുതിയ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒന്നിടെ വീഡിയോസും റീൽസും എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പം പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണം ഞാനൊരു 3-4 ദിവസമായിട്ട് വിചാരിക്കും കേട്ടോ. അപ്പം എടുക്കണം വിചാരിക്കും, പിന്നെ ആ ഒരു സമയമൊക്കെ മറന്നു പോകും കേട്ടോ. അപ്പം എന്നോട് കുറച്ച് പേര് നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഹെയർ കട്ട് ചെയ്തില്ലേ എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ആൻസറും കൂടിയാണ് ഈ വീഡിയോ. അപ്പം മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ. ഞാൻ ഈ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, വെറുതെ ഒരു സ്റ്റൈലിന് കട്ട് ചെയ്തതല്ല കേട്ടോ. എൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ കട്ട് ചെയ്തതാണ്. കാരണം അത്രയും അധികം മുടിക്ക് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയി. ഒരു ചെറിയ മുടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതൊന്ന് ഒതുക്കി കെട്ടാനോ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയി വിടാനോ ഒക്കെ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു എൻ്റെ ആ മുടി കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ചളി വെളിയായിട്ടുള്ളൊരു മുടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് മുടിയുള്ളെങ്കിലും അത് അഴിച്ചിട്ട് ഫ്രീ ആയി വിട്ടത് ഒന്ന് വൃത്തിയിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മറ്റൊക്കെ ഞാൻ മുടി കട്ട് ചെയ്ത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഈ ഒരു കവർ നിറച്ചും എൻ്റെ കൊഴിഞ്ഞു പോയ മുടിയാണ്. ഇത് കണ്ടാൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി കൊഴിയുന്നതിനെ കുറിച്ചുള്ള ഇതേ സെയിം മുടി കൊഴിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരി സത്യമാണ് കേട്ടോ. ചിലർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണെന്നൊക്കെ സംശയം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ സത്യമാണ് കേട്ടോ. എൻ്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോയ മുടി ഒറ്റയടിക്കല്ല, കുറച്ചായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടികൾ ഞാനത് എടുത്ത് കവറിലിങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച് കണ്ടില്ലേ, ഈ ഒരു കവറിന് ഇറങ്ങും. ഇതിപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് നിങ്ങൾ സംശയിക്കേണ്ട, ഇത് കൊടുക്കും. ഇതിപ്പോൾ വാങ്ങിക്കാൻ ഇവിടെ നമ്മളെ കേരളത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി പിന്നെ എന്താ പറയുക, ഈ പഴയ നമ്മളെ പാത്രക്കാരൊക്കെ ഇല്ലായിരുന്നു വീട്ടിലേക്ക്, പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങൾ അല്ലാതെ മറ്റെന്താ അലുമിനിയം പാത്രങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരില്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനായിട്ട് വരും. വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ, പിന്നെ ചെറിയ മാല, വള, പൊട്ട, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഉന്തുവണ്ടി പോലെയൊക്കെ ആക്കിയിട്ട് അതിൽ വരും കേട്ടോ. അപ്പം അങ്ങനെ വരുന്നവർ ഈ മുടി വാങ്ങിക്കും. തമിഴ്നാട് സൈഡിലുണ്ട് കേട്ടോ. അത് എല്ലാ സൈഡിലും എപ്പോഴും വരുന്നു പറയാൻ പറ്റില്ല. ചില സൈഡുകളിലൊക്കെ അധികം എപ്പോഴും കൂടെ വരും. ചില സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ചേച്ചീൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ കെട്ടിയ തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ, കൂടുതലൊരു ഭാഗത്താണ്. അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ ഞാനിത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട എന്താണ് പാത്രമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടോ നമുക്ക് എന്താണ് ആവശ്യം അത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കൊടുത്തിട്ട് പാത്രം വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർക്ക് ആ വീഡിയോ കയറി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്ത് വെച്ചത്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വലുപ്പമുള്ള പാത്രങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താ പറയുക, കുറേയൊക്കെ വൃത്തിയിലൊക്കെ എടുത്ത് വെക്കുന്നത്. പിന്നെ താഴെ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ കണ്ടില്ലേ, ഇത് ഒരു വട്ടം കൊഴിഞ്ഞു പോയ ഇത്രയും മുടി. അങ്ങനെ ഓരോ വട്ടമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടികൾ എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോ വട്ടം കൊഴിഞ്ഞു പോകുന്ന മുടികളെല്ലാം കണ്ടോ. ഇതൊക്കെ ഒരു കെട്ടായിട്ടുള്ളത് ഒരു വട്ടം കൊഴിഞ്ഞു പോകുന്ന മുടികളാണ്. അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഇത്രയും മുടികളായി. ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇത്രയും മുടി കളക്ട് ചെയ്തിട്ട്. അപ്പം ഇത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ, വെറുതെ കളയണ്ടല്ലോ. പിന്നെ ഇത്രയും മുടി നമ്മുടെ തലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മുടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഹെയർ കട്ട് ചെയ്ത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. കുറേ പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് ആ മുടി ഇങ്ങനെ കട്ട് ചെയ്തതെന്ന്. അതിൻ്റെ മുടി കുറച്ച് നീളം ഉണ്ടായിരുന്നു, പക്ഷെ തീരെ ഉള്ളുണ്ടായില്ല. ഇപ്പം എന്താ പറയുക, മുടി കുറച്ച് കണ്ടല്ലോ, കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേര് കാണാത്തവരുണ്ടാവും. അപ്പം ആദ്യം എൻ്റെ മുടി എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരും വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് പറയുക കേട്ടോ. എന്താ പറയുക, അതുകൊണ്ടൊക്കെയാണ് ഞാൻ മുടി മുറിച്ചത് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നേരിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ചിലതൊക്കെ എന്താ പറയുക, ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു, 3-4 ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ റെഡിയായി പിന്നെ ലൈവും കാര്യങ്ങളും ചെയ്ത സമയത്ത് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഏതോ തിരക്കിൽ പെട്ട് അത് മറന്നു പോകും. ഇന്ന് പിന്നെ ഞാൻ എന്താ വിചാരിച്ചത്, എന്നാലും വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ തീർത്താൽ പിന്നെ ആ പണികൾ തീർന്നല്ലോ. ഞാനിപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് ലോങ് വീഡിയോസ് ഇങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കും. ഗ്യാപ്പ് വീണ 1 ആഴ്ച 2 ആഴ്ച അങ്ങ് ഗ്യാപ്പ് വീഴും. അപ്പം എന്താ പരമാവധി നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണമല്ലോ നമ്മളെ ചാനൽ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ ചാനൽ റൺ ചെയ്ത് പോകുന്നുണ്ട്. പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ നമ്മളെ ചാനലിൽ പറയുന്നത്, ഇതെന്തുവാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കുറേ പേരുണ്ടാവും കേട്ടോ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക,
ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പം മെയിൻ ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ വെച്ചാൽ ഹെയർ കട്ട് ചെയ്തതും പിന്നെ ഈ മുടി കൊഴിച്ചിലും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെയായിരുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരും വീഡിയോ ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ ബൈ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ. ഓക്കെ ബൈ.